പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം ലൂക്ക 12:32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഈ തിരുവചന ഭാഗത്തിൻ്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കി ധ്യാനിക്കുന്നതിന് ഈ വാക്യങ്ങൾ 12:13 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ലൂക്ക 12:13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യ ജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്, ദൈവസന്നിധിയിൽ സമ്പന്നനാവുകയാണ് വേണ്ടതെന്ന് പഠിപ്പിച്ച ശേഷം ദൈവ പരിപാലനയിൽ ആശ്രയിക്കുവാൻ യേശു ശിഷ്യരെ ആഹ്വാനം ചെയ്യുകയാണ് 12:22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ. കാക്കകളുടെയും വയലിലെ ലില്ലികളുടെയും ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആകുലത വെടിഞ്ഞ് ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ യേശു ശിഷ്യരെ ആഹ്വാനം ചെയ്യുന്നു. അവിടുന്ന് അരുളി ചെയ്തു, നിങ്ങൾ ആകുലരാകേണ്ട. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾ ആകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ, എങ്കിലും സോളമൻ പോലും അവൻ്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. അതിനാൽ എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. 31 വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ദൈവരാജ്യം അന്വേഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവഭരണത്തിൻ കീഴിൽ ദൈവേഷ്ടം നിറവേറ്റി ജീവിക്കുക, സ്വർഗരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാവുക എന്നതാണ് അർത്ഥം. നാം ദൈവം ഭരിക്കുന്ന അവസ്ഥയിലാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തന മണ്ഡലമാകും. എങ്ങനെ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാകാൻ സാധിക്കും? നിരന്തരമായ തിരുവചന ധ്യാനത്തിലൂടെയും വചനാനുസൃത ജീവിതത്തിലൂടെയും സുവിശേഷ പ്രചരണത്തിലൂടെയും സഭയുടെ ആരാധനക്രമത്തിലുള്ള സജീവ പങ്കാളിത്തത്തിലൂടെയും നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാകാൻ സാധിക്കും. ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ ദൈവജനം പങ്കുചേരുന്നത് വചനാനുസൃത ജീവിതത്തിലൂടെയും സഭയുടെ ആരാധനക്രമത്തിലുള്ള പങ്കാളിത്തത്തിലൂടെയുമാണ്. ദൈവത്തിൻ്റെ ജോലിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരലാണ് ലിറ്റർജി എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. CCC 1069. ലൂക്ക 12:32 യേശു തൻ്റെ ശിഷ്യരോട് പറയുന്നു, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ചെറിയ അജഗണമേ എന്ന അഭിസംബോധന ശിഷ്യരോടുള്ള പ്രത്യേക കരുതലും വാത്സല്യവും പ്രകടമാക്കുന്നതാണ്. അവർ വളരെ ചെറിയൊരജഗണമാണെങ്കിലും ഭയപ്പെടേണ്ടതില്ല, കാരണം അവർക്ക് സ്വർഗീയ പിതാവിൻ്റെ കരുതലും സംരക്ഷണവുമുണ്ട്. ദൈവപുത്രൻ്റെ ഭൂമിയിലുള്ള പ്രവർത്തനങ്ങൾ സ്വർഗരാജ്യം ക്രിസ്തു ശിഷ്യർക്ക് നൽകാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ, അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല എന്ന 33 വാക്യം നമ്മുടെ സമ്പത്ത് ഇല്ലാത്തവരുമായി പങ്കുവെച്ച് ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 34 വാക്യത്തിൽ യേശു പറയുന്നു,
നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അതായത് ഭൗതിക സമ്പത്തിനും ലോക സുഖങ്ങൾക്കും വേണ്ടി അധ്വാനിക്കുന്നവരുടെ ഹൃദയം അവയിൽ കുരുങ്ങിപ്പോകും. എന്നാൽ ദൈവസമ്പാദനത്തിലും ദൈവരാജ്യ ശുശ്രൂഷയിലും മുഴുകുന്നവരുടെ ഹൃദയം എപ്പോഴും ദൈവത്തോടൊത്ത് സ്വർഗത്തിലായിരിക്കും. ചുരുക്കത്തിൽ, ദൈവസന്നിധിയിൽ സമ്പന്നനാകാൻ 12:21 തുടങ്ങിവെച്ച ആഹ്വാനം 12:34 ആവർത്തിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ സമ്പന്നനാകുവാനുള്ള നമ്മുടെ ശ്രമവും ദൈവാശ്രയവും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയും ആഴമായ ദൈവാനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് കർത്താവിൻ്റെ സജീവ സാമീപ്യം അനുഭവിച്ച് അവിടുത്തോട് സംസർഗം ചെയ്യുകയും ആത്മസല്ലാപത്തിലേർപ്പെടുകയും ഹൃദയപൂർവം പ്രാർത്ഥിക്കുകയും ഏകാഗ്രമായിരുന്ന് ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് തമ്പുരാനെ, ആകുലതകൾ വെടിഞ്ഞ് വിശ്വാസപൂർവം അങ്ങേ സ്നേഹപരിപാലനയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിച്ചാലും. കർത്താവേ, മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നതെന്നും ദൈവരാജ്യ ശുശ്രൂഷ വഴി സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതിവെച്ച് ദൈവസന്നിധിയിൽ സമ്പന്നനാവുകയാണ് സർവപ്രധാനമെന്നുമുള്ള ഉറച്ച ബോധ്യത്തോടെ അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിച്ചാലും സഹായിച്ച് അനുഗ്രഹിച്ചാലും. ദൈവസമ്പാദനത്തിലും ദൈവരാജ്യ ശുശ്രൂഷയിലും മുഴുകുന്നവരുടെ ഹൃദയം എപ്പോഴും സ്വർഗത്തിലായിരിക്കും. അവർ ദൈവസന്നിധിയിൽ സമ്പന്നരാകും എന്ന ബോധ്യത്തോടെ ഇപ്രകാരമൊരു ജീവിതശൈലി സ്വന്തമാക്കാൻ നമുക്ക് ധ്യാനപൂർവം പരിശ്രമിക്കാം. അനേകരെ ഇതിലേക്ക് വഴികാട്ടി നയിക്കുകയും ചെയ്യാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ